നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രേതാനുഭവ കഥ തന്നെയാണ്. പ്രേതാനുഭവങ്ങൾ, ആ കഥ കേൾക്കാനാണ്, ആ സംഭവങ്ങൾ കേൾക്കാനാണ് എല്ലാവർക്കും താല്പര്യം. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ എപ്പോഴും സംഭവിക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഭയപ്പെടരുത്. ഞാനിത് എൻ്റെ ചാനലിൽ കൂടി ഈ പ്രേതകഥകൾ പറയുമ്പോൾ അത് ഭയപ്പെടാൻ വേണ്ടിയിട്ട് ആരും കാണണ്ട. നമ്മളൊന്ന് മനസ്സിലാക്കണം. കാര്യം മനുഷ്യനുള്ളിടത്തോളം കാലം പ്രേതങ്ങൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അവരൊരിക്കലും നമ്മളെ വിട്ടുപോകില്ല. പക്ഷെ അവർ ഉപദ്രവകാരികളാകുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, അത് നമ്മളിലേക്ക് വന്ന് നമ്മൾ ഏതൊക്കെ രീതിയിൽ നമുക്കതിനെ ഒഴിവാക്കാം, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതിനെക്കുറിച്ചാണ്, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡും അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമായാലും വാസ്തുപരമായുള്ള കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് ഫോണിൽ കൂടി സംസാരിക്കാം. ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രേതങ്ങൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറുന്നത് പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, നമ്മൾ വേണ്ടപ്പെട്ടവർ മരിച്ചു പോവുക, അല്ലെങ്കിൽ പ്രേതബാധകൾ അങ്ങനെ കൂടി നിൽക്കുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള വിജനമായ സ്ഥലത്ത് നമ്മൾ പോകാതിരിക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രേതം നമ്മളിലേക്ക് കയറുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളതും അനുഭവങ്ങൾ അതാണ്. പക്ഷേ അപൂർവമായിട്ട് ചില ഘട്ടങ്ങളിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പരിസരത്തു നിന്നും അറിഞ്ഞുകൂടാത്ത ചില മനുഷ്യൻ്റെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമ്മളിലേക്ക് കയറാറുണ്ട്. അങ്ങനെ ഒരു വിചിത്രമായ രീതിയിലുള്ളൊരു പ്രേത അനുഭവ കഥയാണെന്ന് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതാണ്. ഒരു 5-6 വർഷത്തിനകത്തേ ആകുള്ളൂ. 5-6 വർഷത്തിനകത്തേ ആകുള്ളത്. അപ്പോൾ ഇത് സംഭവിച്ചത് 2 വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ, ഒരു പുരുഷനും ഒരു ചെറുപ്പക്കാരിയാണ്. അവർ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവരെല്ലാവരും അടുത്തടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പം ആ കുടുംബത്തിൽ ഈ പ്രായത്തിലുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇവർക്ക് 2 പേർക്കാണ് മറ്റൊരു സംസ്ഥാനത്ത് പഠിക്കാനായിട്ടൊരു അവസരം കിട്ടിയത്. അപേക്ഷിച്ചിട്ട് ഇവർക്ക് കിട്ടി. അപ്പോൾ ഇവർ 2 പേരും കൂടി അവിടെ പഠിക്കാനായിട്ട് പോയി. ഇവർ പോകുന്നതും ഒന്നിച്ച്, തിരിച്ചു വരുന്നതുമൊക്കെ ഒന്നിച്ചാണ്. കാര്യം ഒരു കോളേജിൽ തന്നെ 2 പേരും പഠിക്കുന്നത്. അപ്പോൾ ബന്ധുക്കൾക്കറിയാം അവർക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധമോ പ്രേമമോ കാര്യങ്ങളൊന്നുമില്ല. അവർ സുഹൃത്തുക്കളെ പോലെ പഠനം മാത്രമാണ് അവരുടെ മുഖ്യ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് പോകുന്നു. ബന്ധുക്കളായതുകൊണ്ട്, ഏറ്റവും അടുത്ത ബന്ധുക്കളായതുകൊണ്ട് വിശ്വാസത്തോടെ അവരെ പറഞ്ഞു വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരിവിടുന്ന് രാത്രിയാണ് യാത്ര തിരിക്കുന്നത്. രാവിലെ അവിടെ എത്തും. അതുപോലെ അവിടുന്ന് സന്ധ്യയോടുകൂടി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുന്നു. രാവിലെ ഇവിടെ എത്തുന്നു. ഇങ്ങനെയാണ് അവർ മാസത്തിലൊരിക്കലെങ്കിലും അവർ വന്നു പോകുന്നത്, ലീവ് കിട്ടുമ്പോൾ. അങ്ങനെ ഒരു ദിവസം അവർ അവിടെ നിന്ന് വരാൻ വേണ്ടി സന്ധ്യാസമയത്തിനാണ് അവർ പഠിക്കുന്ന, തിരുവനന്തപുരത്താണ് അവരുടെ വീട്. അവർ പഠിക്കുന്ന സംസ്ഥാനത്തുനിന്നും അവർ ബസ് കയറാൻ വേണ്ടി ബസ് ബുക്ക് ചെയ്തു. അങ്ങനെ സന്ധ്യയോടുകൂടി വന്ന് നിൽക്കുമ്പോൾ അന്ന് ബസ് വരാൻ കുറച്ച് താമസിച്ചു. അപ്പോൾ അവരവിടെ നിന്നപ്പോൾ അവരൊരു കടയിൽ നിന്നും ചായ കുടിച്ച്, അപ്പോൾ ഒരുപാട് പേര് ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരും പോയി ചായ വാങ്ങിച്ച് കുടിച്ചു. ഇങ്ങനെ നിന്നപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് അല്പം കൊണ്ട് ദൂരമായിട്ട്, കുറച്ച് ഒരു 8-10 കടയ്ക്ക് അപ്പുറത്തായിട്ട് അടഞ്ഞു കിടക്കുന്ന 1-2 കടകളുണ്ട്. അവിടെ വെട്ടമുണ്ടെങ്കിലും ഇരുണ്ട വെട്ടമാണ്. പക്ഷേ ആൾക്കാർ ഇരുന്നാൽ കാണാൻ പറ്റും. ഇവർ ചായ കുടിച്ചുകൊണ്ട്, ഈ പയ്യൻ ചെറുപ്പക്കാരൻ ചായ കുടിച്ച് നിന്നപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ 2 പേരവിടെ, ഇവരെ പോലെ ഇതേ പ്രായത്തിലുള്ള 2 ഒരു ചെറുപ്പക്കാർ അവിടെ ഇരുന്നിട്ട് അവർ ചേർന്നിരിക്കുകയാണ്. ഇരുന്നിട്ട് ഇവരെ നോക്കി എന്തൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്നുണ്ട്. ഇവർ ചായ കുടിക്കുന്നെങ്കിൽ വലിയ സന്തോഷത്തോടെ ഫ്രീ ആയിട്ട് അവരിന്ന് സംസാരിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർക്ക് കണ്ടാൽ ഇവർ ഇങ്ങനെ 2 കാമിതാക്കളാണെന്ന് തോന്നിപ്പോകുന്ന വിധത്തിലുള്ള സംസാരവും കാര്യവും കളിച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ടാണ് അവർ 2 പേരും കൂടെ അവിടെ നോക്കി അവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ചിരിയിൽ അവർക്ക് വലിയ സന്തോഷം തോന്നി. അവരെ കണ്ടാൽ ഇവരുടെ ഈ രീതി കണ്ടിട്ട് അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവർ പ്രേമിച്ച് നടക്കുന്നവരാണ്, ഒന്നിച്ചവിടെ യാത്ര പോകാൻ വന്ന് നിൽക്കുക എന്നുള്ള രീതിയിലുള്ളൊരു സംസാരം പോലെ ഇദ്ദേഹത്തിന് തോന്നിയിട്ട് പെട്ടെന്ന് ഈ കൂടെയുള്ള പെൺകുട്ടിയെ വിളിച്ച് അന്ന് കാണിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ശ്രദ്ധിക്കുക, അവർ നമ്മൾ നോക്കിയപ്പോൾ ഈ പെൺകുട്ടി നോക്കിയപ്പോഴേ അവർ ഇവരെ കണ്ട് ആസ്വദിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ അങ്ങോട്ട് നോക്കി ചിരിച്ചു. കുറച്ച് അവർ ചായയൊക്കെ കുടിച്ചിട്ട് 2 പേരും കൂടെ പുറത്തു നിന്നാണ് ചായ കുടിച്ചത്. അകത്ത് പോയി ക്യാഷ് കൊടുത്തിട്ട് തിരിച്ചവർ ഇറങ്ങി നോക്കുമ്പോൾ ഈ 2 പേരും അവിടെ കാണാനില്ല. അപ്പോൾ അവർക്ക് ബസ്സുകൾ പലതും വന്ന് ആൾക്കാർ കയറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു അവരുടെ ബസ് വന്ന് അവർ പോയതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ബസ് വന്ന് ഇവരും കയറി. അപ്പോൾ ഈ ചെറുപ്പക്കാരനാണ് ജനലിനടുത്തുള്ള സീറ്റ് കിട്ടി. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. പെൺകുട്ടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു
ബസ് തിരിച്ചു. പോകുന്ന വഴിക്ക് കുറച്ച് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് ബസ് നിർത്തി എന്താ വെച്ചാൽ അവിടെ നിന്ന് ബുക്ക് ചെയ്തിട്ട് ആൾ കയറാനുണ്ട്. ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ അപ്പം ഗ്ലാസ്സാണ് ജനൽ, അത് ബസ്സിൻ്റെ വിൻഡോ അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട്. അപ്പം അപ്പോഴത്തേക്ക് ഇവരിങ്ങനെ പുറം ഭാഗം ഇവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇവർ കർട്ടൻ മാറ്റിയിട്ട് നോക്കിയപ്പോൾ പുറത്ത് ഇതേ കണക്ക് ഒരു വിജനമായ ഒരു കടയുടെ, അവർ ആദ്യം കണ്ടത് ഇവരിരുന്നത് ഒരു കടയുടെ തിണ്ണയിൽ ഇങ്ങനെ താഴെ ഇരിക്കുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ ഒരു വിജനമായ ഒരു കടയുടെ തിണ്ണയിൽ ഈ രണ്ടുപേരും അവിടെ ഇരുന്നുകൊണ്ട്, ഇപ്പോൾ പുറത്തു നിന്ന് നോക്കിയാൽ അകത്തിരിക്കുന്നവരെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും പുറത്തിരുന്നുകൊണ്ട് ഇവരെ തന്നെ നോക്കി എങ്ങനെയാണോ അവിടെ ഇരുന്ന് അതേ മുഖഭാവത്തോടുകൂടി ഇരുന്ന് ചിരിച്ച് ഇവരെ നോക്കിയിരിക്കുന്നു. ഇവൻ ഇത് കണ്ട് പെട്ടെന്ന് അന്തം വിട്ടുപോയി. അപ്പോൾ ആ പെൺകുട്ടിയെ വിളിച്ച് കാണിച്ചു. അപ്പോഴത്തേക്ക് ഇവർക്ക് മറ്റൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഇവരുടെ മനസ്സിലുണ്ടായ ധാരണ അവർക്കുള്ള ബസ്, അതായത് പുറത്തിരിക്കുന്നവരുടെ ബസ് ബസ്സിന് മുമ്പ് വന്ന് കയറിപ്പോയല്ലോ, അതുകൊണ്ടാണല്ലോ അവരെ കാണാതിരുന്നത്. ക്യാഷ് കൊടുത്തിട്ട് പുറത്തേക്ക് ഇവരെ കണ്ടില്ലല്ലോ. അപ്പോൾ ഇവർ ഈ ഭാഗത്തായിരിക്കും അവർക്ക് ഇറങ്ങേണ്ട, അവർ ഇറങ്ങിയിട്ട് അവിടെ ഇരുന്നതാണ് എന്നുള്ളതാണ് ഇവർ ചിന്തിച്ചത്. ഇവരും അങ്ങോട്ട് നോക്കി കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിയില്ല, എങ്കിലും ഇവർക്കൊരു സന്തോഷം ഉണ്ടായി നോക്കിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക്. വീണ്ടും പോയി കുറച്ച് ദൂരോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആളിനെ കയറ്റാനായിട്ട് ബസ് നിർത്തി. അപ്പോൾ ഇറങ്ങാൻ ആരുമില്ല, എല്ലാവരും ലോങ് ട്രിപ്പാണ്. അപ്പോൾ ഇടയ്ക്ക് ബുക്ക് ചെയ്തവരെ കയറ്റണം. അവിടെ നിർത്തിയപ്പോഴത്തേക്കും ഇതേ കണക്കൊരു ഭാഗത്ത് ഈ ചെറുപ്പക്കാരി അവിടെ ഇരിക്കുന്നു. ഇതുകൂടി കണ്ടപ്പോൾ അവർക്കൊരു ഒരു ഭയം ശരിക്കും ഉണ്ടായി. ബസ് പിന്നെ ഒരു 4-5 പ്രാവശ്യം കൂടി ബസ് നിർത്തിയപ്പോഴെല്ലാം ബസ് നിർത്തി കഴിഞ്ഞാൽ അവിടെ എവിടെയെങ്കിലും ഇതേ കണക്കൊരു കടയുടെ മുൻപിൽ ഈ രണ്ടുപേരും ഇങ്ങനെ തറയിൽ കുത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പം രണ്ടുപേരുടെ നിയന്ത്രണം വിട്ടു. പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാരൻ്റെ ബസ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവ കർട്ടനൊക്കെ പിടിച്ചങ്ങിട്ടു. പെൺകുട്ടി പറഞ്ഞ് കർട്ടൻ ഇട്ടുള്ള അത് കാണുന്നതാണല്ലോ കുഴപ്പം, എന്തായാലും എന്തോ ഒരു പ്രശ്നമുണ്ട്. പെൺകുട്ടി കുറച്ച് ധൈര്യമുണ്ട്. പോയി രാത്രി ഒരു സമയമായപ്പോഴത്തേക്കുണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടി ബസ് ആഹാരം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോഴത്തേക്കുണ്ട് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ ഇവരും കഴിക്കണം. ഇറങ്ങുന്നതിന് മുമ്പ് ഇവൻ കർട്ടൻ നീക്കി നോക്കിയപ്പോൾ അവിടെയും ഈ രണ്ടുപേരും ഇരിക്കുന്നു. ഇവ പെട്ടെന്ന് അലറി വിളിച്ചു. അവിടെ കിടന്ന് ബസ് നിർത്തിയതുള്ളൂ, ആരും ഇറങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. അലറി വിളിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഓടി വന്നു. കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് പെൺകുട്ടി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ രണ്ടുപേരും ഇതാ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് എന്നാണ് അവൻ പറഞ്ഞത്. അവന് പേടിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സംഭവം ഇങ്ങനെ എല്ലാ ബസ് സ്റ്റാൻഡിലും ഈ രണ്ടുപേരും ഇതേ കണക്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഇതിൽ ബസ്സിലുള്ള മിക്ക ആൾക്കാർക്കും എന്തോ പന്തികേട് ആണെന്ന് മനസ്സിലായി. അവർ പറഞ്ഞൊരു കാര്യം എവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ജനൽക്കുള്ള അവർക്ക് കാണാൻ പറ്റുന്നില്ല. ഇവ ആ അവിടെയുള്ള ബോർഡ്, ആ ബോർഡിൻ്റെ താഴെയുള്ള കട അവിടെയാണ് ഇരിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇവരെല്ലാവരും ഡോറിന് പുറത്തിറങ്ങിയവരുണ്ട്. അവരെ നോക്കിയിട്ട് അവരോട് ഇവിടെ ആരുമില്ല. പക്ഷേ ഇവന് കാണാം കൃത്യമായിട്ട്, ഈ പെൺകുട്ടിക്കും കാണാം. പക്ഷേ ബാക്കിയുള്ള ഒരു മനുഷ്യനും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവൻ ഒരു വിധത്തിലും പേടിച്ചിട്ട് അവൻ പുറത്തിറങ്ങില്ല. പിന്നെ ഇവന് പെട്ടെന്ന് വിറയലൊക്കെ വന്നു. എന്തായാലും ഇവർ രണ്ടുപേരും പുറത്തിറങ്ങിയില്ല. 1-2 പേര് ഇവർക്ക് കാവലിരുന്നു. ബാക്കിയുള്ളവർക്ക് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം പുറത്തിറങ്ങി അവിടെ എല്ലാം നോക്കി. ഒരിടത്തും അങ്ങനെ ഇവർ പറഞ്ഞതുപോലുള്ള ഒരു ചെറുപ്പക്കാരി അവിടെ ഒന്നും കണ്ടില്ല. എന്തായാലും അവർ വന്നു. ആരൊക്കെ ഇവർക്ക് എന്തോ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് കൊടുത്തു. അല്ലെങ്കിൽ പെൺകുട്ടി 1-2 കഴിച്ചു, അവൻ കഴിച്ചില്ല. വന്നപ്പോഴത്തേക്ക് അവൻ്റെ അവസ്ഥ തീരെ മോശമായി. അവനൊരു ബോധമില്ല, പിച്ചിമ്പയും പറയുന്നു, ശരീരത്തൊക്കെ ചൂട് കയറി പനി പിടിച്ച കണക്കൊക്കെ ആയി. പിന്നെ അവിടെ നിന്ന് ബസ് വിട്ടു. അപ്പോഴത്തേക്ക് തന്നെ ഈ പെൺകുട്ടി അവളുടെ വീട്ടിൽ വിളിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് ബസ് രാവിലെ എത്തുമ്പോഴത്തേക്ക് അവർ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നീട് തിരിച്ച് ഇവരുടെ ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങുന്നത് വരെ അവൻ പിന്നെ അവരെ ഈ കർട്ടൻ മാറ്റി പുറത്ത് നോക്കിയൊന്നുമില്ല. ഇവനൊരു ബോധമില്ലാതെ അവൻ കിടക്കുകയാണ്. പെൺകുട്ടി വിഷമിച്ചു. പെൺകുട്ടിക്ക് പേടിയുണ്ട്, പക്ഷേ എങ്കിലും അവൾക്ക് അങ്ങനെയുള്ളൊരു അവസ്ഥയൊന്നും ഉണ്ടായില്ല. നേരം വെളുത്തു. വണ്ടി അവിടെ വന്നപ്പോഴത്തേക്കും വീട്ടുകാർ കാറും ഒക്കെ ആയിട്ട് വന്നു. അവർ ഇത്തിരി സാമ്പത്തികമുള്ളവർ തന്നെയാണ്. കൊണ്ടുവന്ന് ഇവനെ പിടിച്ച്. അപ്പോഴും ഇവൻ പറയുന്നുണ്ട് പുറത്തുണ്ട് ഇത് രണ്ടുപേരും നിൽക്കുന്നു, അവർ പ്രേതങ്ങളാണ്, അവർ ഗോസ്റ്റാണ്, എന്നോട് ഒപ്പം കൂടിയതാണെന്ന് പറയുന്നുണ്ട്. അവരെല്ലാം കൂടി അവനെ കാറിൽ പിടിച്ച് കയറ്റി നേരെ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയെന്ന് വെച്ചാൽ ഭയങ്കര പേടി. എല്ലാം അവന് പേടിയാണ്. ഇവനോടി ഇവൻ്റെ മുറിക്കകത്ത് കയറിയിരുന്നു. പേടിയുണ്ട്, പക്ഷെ അവനോടൊപ്പം ഇവന് ഭയങ്കര ദേഷ്യം. എല്ലാവരെ കൊല്ലാൻ നിൽക്കും പോലെ നിൽക്കുന്നുണ്ട്, എന്നാൽ പേടിയാണ്. അപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് മനസ്സിലായി. പെൺകുട്ടി വിശദമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി, എന്തോ കണ്ടവൻ പേടിച്ചതാണ്.
അങ്ങനെ പേടിച്ചെന്തോ, അപ്പം വെറുതെ പേടിച്ചതല്ല, കാരണം അവൻ മാത്രമല്ല ഇത് കണ്ടത്, ഈ പെൺകുട്ടിയും കണ്ടിരിക്കുന്നു. പെൺകുട്ടിയും വിശദമായി പറഞ്ഞു. പക്ഷെ അവൾക്കൊരു ഭയം തോന്നാത്തതുകൊണ്ട് അവൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇവൻ ആകെ വശം കിട്ടു. അങ്ങനെ ഒരു ജ്യോത്സ്യന്മാരും പോറ്റിമാരുടെ അടുത്തൊക്കെ പോയിട്ട് ആ വഴിക്കാണ് ഇത് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ അവിടെ ചെന്ന് ഇത് അപ്പം ചില കേസുകൾ നമുക്ക് ശരീരത്തിൽ വരുത്തി മാത്രമേ ഇതിനെ ഒഴിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ ശരീരത്തിൽ, അതായത് ആത്മാക്കൾ, പ്രേതങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അതാദ്യം നമ്മൾ പൂർണ്ണമായി നിയന്ത്രിക്കില്ല. നമ്മുടെ തലച്ചോറിനെയോ ഒന്നും ഇത് പൂർണ്ണമായും ബാധിക്കില്ല. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളറിയാതെ വന്നാലും അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ശരീരത്ത് വരുത്തിയാലും പിന്നീട് ജീവിത അവസാനം വരെ അത് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരിക്കൽ വന്നുപോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കഴിവതും ഇതിനെ വരുത്താതെ തന്നെ മാറ്റിക്കളയുന്ന ഒരു രീതിയാണ് ഞാനും എന്നെപ്പോലെ ഒരുപാട് പേരും ചെയ്യുന്നത്. അല്ല, നമ്മളൊന്ന് ആളാവാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നിൽക്കില്ല. അപ്പോൾ ഒരു ശരീരത്തിൽ ഒരു പ്രയോഗത്തിനെ വരുത്തി അതിനെ സംസാരിപ്പിച്ചു, അതിനെ നമ്മൾ കീഴടക്കി അടിമയാക്കി പറഞ്ഞു വിടുമ്പോൾ നമുക്കൊരു വലിയ പരിവേഷം കിട്ടും. പക്ഷെ അത് ഈ ഇരിക്കുന്ന ശരീരത്തിന് ഭാവിയിൽ അത് ഒരുപാട് ദോഷം ചെയ്യും. പ്രത്യേകിച്ച് വിവാഹം കഴിക്കാത്ത ആണായാലും പെണ്ണായാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ കേസിൽ രാശി വെച്ച് നോക്കിയിട്ട് ഇതൊരു ദുരാത്മാവാണെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ബാക്കി ഒരു ഇഞ്ച് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ആരോടൊക്കെ മറഞ്ഞു പോകുന്നൊരവസ്ഥ. അപ്പോൾ പിന്നെ ഇത് ശരീരത്ത് വരുത്താതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ശരീരത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അനുഷ്ഠിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അനുഷ്ഠിച്ചാൽ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പം ഞാനത് അവരുടെ അടുത്ത് വിശദമായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞ് കുഴപ്പമില്ല, വരുത്തു, നമുക്ക് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങൾ അത് അനുസരിച്ച് പൊയ്ക്കൊള്ളാമെന്ന് പറഞ്ഞതിൻ്റെ പുറത്ത്. കാര്യം ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ഗോസ്റ്റാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതെങ്ങനെ ഇവരോടൊപ്പം കൂടി, എന്തിനു കൂടി, ഇതാരാണ് എന്താണെന്നൊന്നും മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും ഒരു ഐഡൻറ്റിറ്റി കിട്ടിയാലേ നമുക്കിതിനെ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ പിന്നെ പൂജയൊക്കെ ചെയ്തു, ഈ ശരീരത്ത് വരുത്തി. ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, കാര്യം പറയാം. അപ്പം ഇത് സംഭവിച്ചത് 2 കാമിതാക്കളാണ്, പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ്. ആ സ്റ്റേറ്റിൽ എന്തോ ഉള്ളവരാണ്. അവരുടെ ഭാഷയൊക്കെ വ്യത്യാസമുള്ളതായിരുന്നു. കന്നഡ പോലത്തെ ഭാഷയാണ് സംസാരിച്ചത്. പക്ഷെ അത് കുറച്ചൊക്കെ അറിയാവുന്നവരായതുകൊണ്ടും ഈ പെൺകുട്ടിക്കും കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിന് നമുക്ക് ഭാഷപ്പെടുത്തി തന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ച് അങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ആ ഭാഷയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് ആശയവിനിമയം ഞങ്ങൾ നടത്തിയത് അധികമായിട്ട്. അങ്ങനെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ, ഇവർ സ്നേഹിച്ച് നടന്നവരാണ്. അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല. വീട്ടുകാരെല്ലാം എതിർപ്പായതിൻ്റെ പുറത്ത് അവർ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ഇവരെ കണ്ടപ്പോൾ ഇവരും ഇത് കണക്കുള്ള പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങളെപ്പോലെ തന്നെയാണ് അവരും. അതുകൊണ്ട് എനിക്ക് അവൻ്റെ ഉള്ളിലേക്ക്, ഈ ശരീരത്തിലേക്ക് എനിക്ക് കയറാൻ പറ്റി. പക്ഷേ എൻ്റെ കൂടെ ഉള്ള അതായത് ആ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറണമെന്നായിരുന്നു. കാര്യം ഞങ്ങൾക്ക് രണ്ടുപേരുടെയും ശരീരത്തിൽ കയറണമെന്നായിരുന്നു. പക്ഷെ പറ്റിയില്ല. കാര്യം ഈ 2 ശരീരത്തിലും കയറിയിട്ട് ആ ശരീരങ്ങൾ, അതായത് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഈ പുരുഷനായ എനിക്ക് മാത്രമേ ഈ പുരുഷ ശരീരത്തിൽ കയറാൻ സാധിച്ചുള്ളൂ. സ്ത്രീയായ അവൾക്ക് ആ ശരീരത്തിൽ കയറാൻ സാധിച്ചില്ല. ഇത്രയും കൂടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കള്ളം കൂടെ പുറത്തായത്. ഈ വീട്ടുകാർക്കൊന്നും ഇവർ തമ്മിൽ ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്നൊന്നും അറിയില്ലായിരുന്നു. ഈ പ്രേതങ്ങൾ ആ സത്യം പുറത്ത് പറഞ്ഞപ്പോൾ പെൺകുട്ടി സമ്മതിച്ചു. പുറത്തൊന്നും അറിയിപ്പിക്കാതെ അവരിങ്ങനെ കൊണ്ടുപോവുകയായിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരോട് പറഞ്ഞ് നടത്തിക്കാമെന്നുള്ള ആഗ്രഹം. പക്ഷേ വീട്ടുകാർക്കൊന്നും എതിർപ്പൊന്നുമില്ല കേട്ടോ. അവരത്രയും അങ്ങനെ ബന്ധുക്കളും ഒരു മുറയുമാണ്. പക്ഷേ എന്നാൽ നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരാണ്. അതിനെക്കുറിച്ച് നമ്മുടെ വേറെ സംസാരമൊന്നും ആയില്ല. അപ്പോഴാണ് ഈ ഒരു സത്യം മനസ്സിലായത്. പിന്നെ അതിന് നമ്മൾ വേണ്ടുന്ന വിധം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ഒരു കുഴപ്പമൊന്നുമില്ല, അത് പോയി. അതായത് ഇവർ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആ ഭാഗത്ത് എവിടെ വെച്ചാണ് ഇവർ ആത്മഹത്യ ചെയ്തത്. ആ ഭാഗത്തിങ്ങനെ ഇത്രയും വർഷമായിട്ട് അവിടെ അലഞ്ഞു തിരികെയായിരുന്നു. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, ആദ്യമായിട്ടാണ് ഈ ആത്മാക്കൾ പോലും ഇവരെ കാണുന്നത്. എന്നിട്ടും ഈ ശരീരത്തിലേക്ക് കയറാൻ പറ്റിയെന്നുള്ളത്, അത് പ്രേതങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വിഷയമാണത്. നമ്മളിതുവരെ മനസ്സിലാക്കിയതോ നമ്മൾ അറിഞ്ഞതോ നമ്മൾ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഞാൻ പോയി ചെയ്യുന്ന ഓരോ പ്രേതാനുഭവങ്ങളും എനിക്ക് ഒരു വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഇത്രയും നാളെ ഞാൻ പഠിച്ചു വെച്ചിരുന്നു, എല്ലാം ആയെന്ന് വിചാരിക്കും. പക്ഷേ അപ്പോൾ ചെല്ലുമ്പോൾ അത് പുതിയൊരു രീതിയിലാണ് ഇത് നമ്മളോടൊപ്പം വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെടുത്തി തരുന്നത്. അതിനെ പൂർണ്ണമായി ഒഴിവാക്കി അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. പിന്നീട് ഒരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഞാൻ സംഭവ കഥകൾ പറയുമ്പോൾ
ഒരുപാട് പേര് ഓരോ ക്ഷേത്രത്തിൽ നിൽക്കുന്ന മേൽശാന്തിമാർ വരെ, വലിയ വലിയ ക്ഷേത്രത്തിൽ മേൽശാന്തി വരെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞാനും കൂടെ വരട്ടെ, എന്നെ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കാര്യം എല്ലാവർക്കും ഒരു 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 എന്താണ് ഇതൊരു ഒരു വല്ലാത്തൊരു ഒരു ഒരുപാട് ആൾക്കാരുടെ മുമ്പിൽ ആളാവാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണ്. അങ്ങനെയാണ് നമ്മളെ പ്രേതം ഒഴിപ്പിക്കാനായിട്ട് ഇങ്ങനെ ഒരാൾ വരുന്നു, കാര്യം വീട്ടിൽ കിടന്ന് ബോളൊക്കെ കാണിച്ച് ആൾക്കാരെ ഉപദ്രവിക്കുകയും ബോധമില്ലാതെ പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, പ്രേതം പിടിച്ച ഒരാൾ, അയാൾ അതിന് ഒഴിപ്പിക്കാൻ ഒരാൾ വരുന്നു, അയാൾ ഇതിനെ ഒഴിവാക്കുന്നു, പിന്നീട് സന്തോഷമായി ജീവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ ഒഴിപ്പിക്കാൻ വരുന്ന ആൾക്കൊരു ഹൈപ്പുണ്ട്, ഒരു വലിയൊരു സ്ഥാനമുണ്ട്. ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, ഞാൻ വന്നോട്ടെ, കൂടെ വന്നോട്ടെ, എനിക്ക് പൈസ ഒന്നും തരണ്ട, എനിക്കൊരു അവസരം തന്നാൽ മതി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അതിൽ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ, ആവശ്യമുള്ളവരെ ഞാൻ കൂട്ടത്തിൽ കൂട്ടിയിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള എൻ്റെ ജീവിതമായാലും എന്നെപ്പോലുള്ളവരുടെ ജീവിതമായാലും ഇതൊരു ഗുണ്ടകളുടെ ജീവിതം പോലെയാണ്. കാരണം ഗുണ്ടകളുടെ ജീവിതം എന്ന് വെച്ചാൽ അവർ ഈ ഗുണ്ടാ പ്രവർത്തനമായിട്ട് പോകും. കുറേ നാളെ കൊണ്ട് കഴിയുമ്പോൾ തിരിച്ചടികൾ കിട്ടിത്തുടങ്ങും. കാര്യം ഇവർ ചെയ്യുന്ന പല കേസുകളിലും ഇവർക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ശത്രുക്കൾ പിന്നീട് കാലത്ത് ഇവർക്ക് പുറത്തിറങ്ങി സഞ്ചരിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഇവർക്ക് ഉപദ്രവകാരികളായിട്ട് മാറും. അപ്പോഴിവർക്ക് പിന്നെ ഈ വിഭാഗത്തെ, അതായത് ഗുണ്ടാ പ്രവർത്തനത്തിൽ നിന്ന് ഇവർക്ക് പിന്മാറാൻ പറ്റില്ല. പിന്മാറിയാകുമ്പോഴെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കും നമ്മളെ. അപ്പോൾ ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ടും നമുക്കിങ്ങനെ സംരക്ഷണം മറ്റുള്ളവരുള്ളത് കൊണ്ടുമാണ് ഈ ഗുണ്ടകൾ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ പോലും വഴിയിലിട്ടൊക്കെ വെട്ടിക്കൊല്ലുന്ന കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇതുവരെ നമ്മൾ സന്തോഷത്തോടെ ഒഴിവാക്കി വിടുന്നുണ്ട് ഈ ആത്മാക്കളെ. പക്ഷെ തുടക്കം എന്ന് പറയുമ്പോൾ അവർ നമ്മളെ ശപിച്ചുകൊണ്ടാണ് വരുന്നത്. ഒരു ശരീരത്തിലേക്ക് ഇവർ ആവാഹിച്ച് വരുത്തുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ തന്നെ നമ്മൾ മറ്റേതെങ്കിലും ഒരു മാധ്യമത്തിലേക്ക് ഇവരെ നമ്മൾ വിളിച്ചു വരുത്തുമ്പോഴത്തേക്കും അവർ നമ്മളെ ശപിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നീടാണ് നമ്മൾ പാവമാണെന്നും അവരെ രക്ഷപ്പെടുത്താനാണ് വന്നതെന്നൊക്കെ മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോഴത്തേക്കും ഇവർ നമുക്ക് തന്ന ശാപത്തിൻ്റെ ഒരു 10% നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നമ്മൾ പൈസ ശേഖരിച്ച് ബാങ്കിൽ കൊണ്ടിട്ടേക്കില്ലേ, അത് കൂടി വരും. അതുപോലെ ഓരോ പ്രേത സംഭവങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ ശാപം അത് നമ്മളെ ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് ഇതുപോലുള്ളവരുടെ ജീവിതം വളരെ ദുസ്സഹമാണ്, കഷ്ടമാണ്. നിങ്ങളാരും വിചാരിക്കും പോലുള്ള അത്ര വലിയ ഗ്ലാമറുള്ള ജീവിതമൊന്നുമല്ല. പുറമേ നിൽക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സംഭവമാണ്. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന വേദന, മാനസിക ദുഃഖം, നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ വലുതാണ്. അപ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ ഒരുപാട് പേര്, പ്രത്യേകിച്ചും ചെറുപ്പക്കാർ താല്പര്യപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എനിക്ക് തോന്നി ഇത് തുറന്ന് പറയണമെന്ന്. കാര്യം എല്ലാവരും വിചാരിക്കുന്നത് ഇത് വളരെ നിസ്സാരമാണ്, ഒഴിവാക്കിയിട്ട് നമുക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോകാവുന്നു. പക്ഷെ അല്ല. നന്നായി ജീവിക്കാനുള്ള യോഗമുണ്ടെങ്കിൽ പോലും നമുക്കൊരിക്കലും ജീവിതം സുഖകരമായിരിക്കില്ല. എന്നും പ്രശ്നങ്ങളായിരിക്കും, എന്നും ദുഃഖങ്ങളായിരിക്കും. കണ്ണുനീരൊഴിയാത്ത ഒരു ദിവസം പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എൻ്റെ മാത്രം അനുഭവമല്ല, പലരുടെയും അനുഭവം. നമ്മൾക്ക് ഇതിനകത്തായിപ്പോയി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഊരിക്കൊണ്ട് ഓടാൻ പറ്റില്ല. ഊരിക്കൊണ്ട് പോയാൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും അതുകൊണ്ട് ഇപ്പോഴും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ആവശ്യത്തിന് സമ്പത്ത് ആയി, ഇപ്പോഴും വരുമാനമുണ്ട്, സഞ്ചരിക്കാൻ നല്ല നല്ല വാഹനങ്ങളുണ്ട്, എവിടെ ചെന്നാലും 10 പേര് അറിയുന്ന വിധത്തിലേക്ക് എത്തുന്നുണ്ട്. സിനിമാ താരങ്ങളോ സീരിയലോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരോ വലിയ ബിസിനസ്സുകാരോ മറ്റുള്ള സ്റ്റേറ്റിലെ കൊട്ടാരത്തിൽ, അവിടുത്തെ ഇന്നത്തെ പഴയ തലമുറ കൊട്ടാരത്തിലൊക്കെ ജീവിച്ച രാജാക്കന്മാർ തലമുറപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരൊക്കെ തൊഴുത് നമ്മളെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ ഇതിനൊക്കെ നമ്മൾ യോഗ്യനാണെന്ന് ചിന്തിച്ചു. അങ്ങനെയുള്ളവരെ പേരും പെരുമയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോഴേ ഇതുവഴി വരുന്ന ദുഃഖങ്ങൾ അത് നമ്മൾ എന്തുമാത്രം കാർന്ന് തിന്നുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഒരു കാര്യം പറയാൻ കാര്യം, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ വരുന്നവരൊക്കെ ഒരു നിമിഷമല്ല, ഒരു ദിവസത്തോളം ഇരുന്ന്, ഒരു വർഷത്തോളമെങ്കിലും ഇരുന്ന് ആലോചിക്കണം. അനുഭവസ്ഥനാണ് പറയുന്നത്. അപ്പോൾ ചോദിക്കുക, എല്ലാവരുടെ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുന്ന നിങ്ങൾക്കെന്ത് നിങ്ങളുടെ പ്രശ്നം മാറ്റാൻ പറ്റില്ലേ എന്ന് ചോദിക്കാം. നമ്മുടെ പ്രശ്നം ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ബാർബർക്ക് സ്വന്തമായിട്ട് മുടി വെട്ടാൻ പറ്റുമോ? ഒരു ഡോക്ടർക്ക് ഒരുപാട് പേരുടെ രോഗങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റി കൊടുക്കുന്ന ഒരു ഡോക്ടർക്ക് സ്വന്തമായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കുമോ? ചില തൊഴിലിൻ്റെ പ്രത്യേകതകളാണ്
നമുക്ക് സ്വയം അത് ഉപകാരപ്പെടില്ല, ചെയ്യാൻ സാധിക്കാതെ നമ്മളെയൊക്കെ പറയുന്ന ഒരു പേരുണ്ട് കർമ്മി. മറ്റുള്ളവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് വിജയിപ്പിച്ചു കൊടുക്കുന്നവരാണ് കർമ്മി. സ്വന്തം കാര്യത്തിന് വേണ്ടിയുള്ള നമുക്കൊരു വിഷയം വന്നാൽ നമ്മളത് അനുഭവിച്ചേ പറ്റൂ. കാരണം നമുക്കത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പം എന്നെ ഒരു ഗോസ്റ്റും പിടിക്കാത്തതോ അതിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ വരാത്തതോ അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു ഗോസ്റ്റിനെ പിടിയിൽപ്പെട്ട് ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ തലച്ചോറ് നശിച്ചു പോകാത്തതിൻ്റെ കാരണം എന്നിലൊരു പവർ ഉള്ളതുകൊണ്ടാണ്. ആ ഒരു പവർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കഴിവ് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ 1% ശക്തി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പിന്നെ ഈ അനുഭവിക്കുന്നതല്ല, കൂടുതൽ ദോഷങ്ങൾ നമ്മളിലേക്ക് വരും. അതാണ് കർമ്മി എന്ന് വെച്ചാൽ കർമ്മം മറ്റുള്ളവർക്ക് ചെയ്യാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ്. സ്വന്തം കാര്യത്തിന് അത് ചെയ്യാൻ പാടില്ല. ചെയ്താൽ ആ ശക്തി നഷ്ടപ്പെടുകയും പിന്നീട് നിൽക്കുന്ന ഈ നെഗറ്റീവുകൾ നമ്മൾ പൂർണ്ണമായും പിടിമുറുക്കുകയും നമ്മുടെ ജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇതെൻ്റെ ഗുരു തുടക്കമേ എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സത്യമാണെന്ന് എൻ്റെ ജീവിതവും അല്ലെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന പലരുടെയും ജീവിതം ഇന്ന് ഈ മേഖലയിൽ വലിയ രീതിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് പേരുടെ ജീവിതം നിങ്ങൾ അറിഞ്ഞു നോക്കൂ. ദുരിതമാണ്, ദുഃഖമാണ്, ദയനീയമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രേതാനുഭവങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും രസമാണ്, പേടിക്കാനുമൊക്കെ വലിയ ആഗ്രഹമാണ്. പക്ഷേ അത് ചെയ്യുന്നവരുടെ ജീവിതം വളരെ ദുരിതമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതാണ്. വരട്ടെ, ആഗ്രഹത്തോടു കൂടി കൊണ്ടുപോകാതിരിക്കുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പിണങ്ങിയിട്ടുമുണ്ട്. മനസ്സിലാക്കുക, ഇത് അത്ര എന്താണ് പറയുന്നത്, സഹിച്ചു പോകാൻ പറ്റുന്ന, സഹിച്ചേ പറ്റൂ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല. ഇതിലേക്ക് സാധാരണഗതിയിൽ ആരും ഇറങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു പോകാം. എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? എന്തായാലും ഇറങ്ങിപ്പോയി മരണം വരെയും ഇതുമായി മുന്നോട്ട് പോയേ പറ്റൂ. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുക എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ, ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള മറ്റെന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, സർപ്പദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്നാലേ അത് പൂർണ്ണമായും കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അത് ഇനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അതിന് നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.